നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങളോട് എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ് വൈ ഡു യു വാണ്ട് ദിസ് ജോബ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ഇന്റർവ്യൂ പോലും ഉണ്ടാവില്ല. നമ്മളത് എല്ലാവർക്കും ഒരു ഉത്തരമേ ഉള്ളൂ. കാരണം വെച്ചാൽ പൈസ കിട്ടാൻ, അതായത് സാലറിക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ഈ ഒരു ആൻസർ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ അവരെ റിജക്ട് ചെയ്യും. ഇതിന് നമ്മൾ സ്മാർട്ടായിട്ട് വേണം ആൻസർ അവിടെ. അതിനൊരു സ്പെഷ്യൽ മെത്തേഡ് ഉണ്ട്. അതെന്താന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അത് എന്നോടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു രീതിയിലായിരിക്കും പറയാം. ആദ്യത്തെ കാര്യം നമ്മളൊന്ന് കമ്പനീനെ ഒന്ന് പൊക്കി പറയാന്നുള്ള കാര്യം. അതായത് ഇപ്പോ ഞാൻ ഈ ഒരു ജോബിൽ ഇൻട്രസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കമ്പനി ഗ്രോത്തും അതുപോലെ തന്നെ ഇന്നോവേഷൻസും ഫോക്കസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയി എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇതായിരിക്കണം നിങ്ങൾ പോയിന്റ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ കാര്യം നിങ്ങളെ കുറിച്ച്, അതായത് ഈ കമ്പനിയിലെ റോൾസ് എന്റെ സ്കില്ലിനും അതുപോലെ തന്നെ ഞാൻ ചെയ്ത പ്രൊജക്ടിനും മാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത പ്രൊജക്ടുകൾ ചെയ്ത് നിങ്ങൾ ഈ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന രീതിയിലായിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ എന്റെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ അതുപോലെ തന്നെ കമ്പനി പ്രൊജക്റ്റിൽ എന്റേതായ സ്കില്ലോ കോൺട്രിബ്യൂഷനും നടത്തി ഈ ഒരു പ്രൊജക്ട് വേറെ ലെവലാക്കാനും കമ്പനിയുടെ ഗ്രോത്തിനും വേണ്ടി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ ആൻസർ പറയേണ്ടത്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ആൻസർ പറയുന്നത് വെച്ചാൽ നിങ്ങളൊരു അടിപൊളി നൈസ് ആണെന്ന് അവർ വിചാരിച്ച് നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. സോ ബൈ ഗൈസ്.